നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയമൊന്നും കളയണ്ട. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് വേവിക്കുക. അതിന്റെ അവസാനം വഴറ്റിയെടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. വളരെ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു പിങ്ക് പാസ്ത, ചിക്കൻ പിങ്ക് പാസ്ത. അതും സൂപ്പറാണ് കേട്ടോ. പക്ഷെ അത് ഒരുപാട് പേര് കണ്ടിട്ടില്ല. കാണാത്തവര് കാണാൻ മറക്കരുതേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് നമുക്കിപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും അതായത് റാപ്പ് ആയിട്ട് കൊടുത്തുവിടാം, ടോസ്റ്റ് ആയിട്ട് കൊടുത്തുവിടാം. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പോലും നന്നായി പോകുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എനിക്ക് പ്രോമിസ് തരില്ലേ? എനിക്കറിയാം. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള 1 പോട്ട് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് ഈസി പീസി ആയിട്ടുള്ള 1 പോട്ട് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാലും പ്രശ്നമില്ല. വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളം വാരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു മാരിനേഷൻ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നോർമലി ചെയ്യുമ്പോൾ അങ്ങനെ അളന്നിട്ടൊന്നും ഒഴിക്കാറില്ല കേട്ടോ. സാധാരണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്. ഇപ്പോൾ ഡാർക്ക് സോയാ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സോയാ സോസ് 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ചില്ലി പേസ്റ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി ഇല്ലേ മൊത്തം, അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. രാത്രി ഇട്ട് വെക്കണമെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം അത് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടതിന് ശേഷം കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതുപോലെ ചില്ലി പേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ചില്ലി പേസ്റ്റ് ചേർത്താലും മതിയാവും. ഇപ്പോൾ ഈ കാശ്മീരി മുളക് ആയതുകൊണ്ട് ഇതിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചില്ലി പൗഡർ ചേർത്താലും മതിയാവും. ആവശ്യത്തിന് ഉപ്പ് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്ത് നോക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. 1-2 സവാള ചേർത്താൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ വെറുതെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ സവാള ഒഴിവാക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കവും റെഡ് കളർ ക്യാപ്സിക്കവും കുറച്ച് ഇടുന്നുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ക്യാപ്സിക്കം ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നോക്കിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് ഉണ്ടാക്കും. അപ്പോൾ ഒരു റെസിപ്പി പറയുമ്പോൾ പിന്നെ ഞാൻ മൊത്തം പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പച്ച ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ് ഉള്ളത് കൊണ്ട് റെഡ് ഇടുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ഇല്ലല്ലോ. ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ? ഒരല്പം ഷുഗർ, ഒരല്പം മാത്രം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മാത്രം വിനീഗർ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമുളകും കൂടെ ആഡ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രുചി ആദ്യമൊന്നും ഞാൻ നോക്കട്ടെ. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ട്. പച്ചമുളകും ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. പിന്നെ പച്ചമുളകിൻ്റെ അളവ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കണേ? ഇപ്പോൾ കുട്ടികളല്ല, വലിയവർക്ക് മാത്രമാണെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം നന്നായിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന റെസിപ്പിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളുടെ വയസ്സനുസരിച്ചും അവരുടെ പ്രിഫറൻസ് അനുസരിച്ചും അമ്മമാർ മാറ്റം വരുത്താം. ഇനി നമുക്കിതിലോട്ട് ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് അടച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ കുക്കായിട്ട് വരുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പം ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോൻ്റെ അളവാണ് കാണിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ചെറിയൊരു മധുരം ഉണ്ടല്ലോ. ഇതൊരു സ്പൈസി ടാങ്കി സ്വീറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടലായിട്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 20 മിനിറ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി ഇത് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. സാധാരണ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇതൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് എൻ്റെ ഉടായ്പ റെസിപ്പിയാണ് എന്നാലും. അപ്പോൾ അതിലോട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഉള്ള നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിലോട്ട് ഞാനിവിടെ ഒരു 6 അല്ലി വലിയ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം വലിയ പ്രോസസ്സുള്ള റെസിപ്പീസ് ചെയ്യാറില്ല. ഇതുപോലെ 1 പോട്ടാണ് കൂടുതൽ ചെയ്യാറുള്ളത്. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതേസമയം ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത റെസിപ്പീസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് നിറം മാറട്ടെ കേട്ടോ. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കനിലത്തെ വെള്ളം തന്നെ പുറത്തേക്ക് വന്നോളും. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തീ കുറയ്ക്കുകയാണ് കേട്ടോ. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഞാൻ ചേർക്കുന്നില്ല. ഇതിലത്തെ വെള്ളം തന്നെ, ചിക്കനിലത്തെ വെള്ളം തന്നെ ഇറങ്ങിക്കോളും. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഒഴിച്ചാൽ മതിയാണ്. വെള്ളം ചേർക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. അപ്പോൾ ഈ പാത്രം പുതിയതാണ് കേട്ടോ, ഹോംവേയുടെ പാത്രമാണ്. കുറേ നാളെ വാങ്ങിച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റിയെന്നല്ല അവസരം ഉണ്ടായത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. 5 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നന്നായി വേവട്ടെ കേട്ടോ. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ചിക്കൻ അനുസരിച്ച് കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കുക്കായത്. അതേസമയം ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചില ചിക്കനൊന്നും ഇത്ര സമയം കൊണ്ട് കുക്കാവാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തേക്കാം. ഇനി വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി രുചിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എരിവ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞിടാം. ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പിടാം. പിന്നെ അതുപോലെ തന്നെ വിനീഗർ വേണമെങ്കിൽ വിനീഗർ വയ്ക്കാം. പക്ഷെ ഞാനിപ്പോൾ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ ഒരു 1/4 ടീസ്പൂണും കൂടെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സോസ്, മുളകും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അളവുകൾ നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ എനിക്ക് പറ്റാറുണ്ട്, ഞാൻ ഇവിടെ ഇടുന്ന അളവിൽ മുളക് പൊടി കിട്ടിട്ട് മറ്റേ നാട്ടിൽ പോയി കഴിഞ്ഞ് മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം മീൻകറി ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. കാരണം ഇവിടുത്തെ അളവ് വെച്ച് ഞാൻ ഉണ്ടാക്കുക. പക്ഷെ അവിടുത്തെ മുളക് പൊടി വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം ഒന്ന് ട്രയൽ ചെയ്തിട്ട് ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ അത് പറഞ്ഞ പോലെയാണ്, പക്ക റെസിപ്പിയാണ്. കുട്ടികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗറിന് പകരമായിട്ട് ലാസ്റ്റ് കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഹണി ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റും. ഹണി ചിക്കൻ എന്നുള്ള രീതിയിൽ ഹണി ഒഴിച്ചാൽ മതിയാവും. ചൂടോടുകൂടി ഹണി ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല, അത് പോയ്സണസ് ആയി മാറും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ നിന്ന് ഹണിയൊന്നും ചേർക്കാത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് നമുക്ക് റാപ്പായിട്ട്, അതായത് ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ പൊറോട്ട ഉണ്ടാക്കിയതിന് ശേഷം അതിലോട്ട് അതൊന്ന് തണുത്ത് വരുമ്പോൾ ഇത് ഇച്ചിരി വെച്ചിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുകയാണ് നന്ദുവിന് പതിവ്. അതല്ലെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്യാം. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൽ സാൻഡ്വിച്ച് പോലെ ആക്കി കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. സാധാരണ ചപ്പാത്തിയുടെ കഴിക്കാനും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഒരു ചെറിയൊരു മധുരവും എരിവും പുളിയുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ്. പണിയില്ലല്ലോ, എളുപ്പല്ലേ? എന്ത് പറയണു? അപ്പോൾ ഇത് എത്ര പേര് ഉണ്ടാക്കി നോക്കാൻ പോവാണ്? എത്ര പേര് ഫ്രണ്ട്സിനും ഫാമിലിക്ക് അയച്ചു കൊടുക്കും? ഒന്ന് തംസപ്പ് തന്നെ ഒന്ന് പറഞ്ഞേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ എവിടെ നിന്നാണെന്നുള്ള കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ പാസ്ത റെസിപ്പി ഒരുപാട് പേര് കണ്ടിട്ടില്ല. ഫ്രീക്വൻ്റ് ആയിട്ട് ഇടാത്തത് കൊണ്ട് നിങ്ങൾ കുറ്റം പറയാനും പറ്റില്ല. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല യൂട്യൂബിൻ്റെ വഴിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുകയാണ്, പാസ്ത റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിങ്ക് പാസ്ത, ചിക്കൻ പാസ്ത. അതും അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഫൈനലി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു ഇച്ചിരിയും കൂടെ നല്ലെണ്ണ. നമ്മൾ എന്ത് ചൈനീസ് റെസിപ്പി ചെയ്യുമ്പോഴും ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണ ഒന്ന് തൂകും. അത് തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വരട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഒന്ന് ഫൈനലി ഒന്ന് ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ അരെ വാ, ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ടേസ്റ്റ്. എരിവും പുളിയും മധുരവും കൂടി കിടന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഡിയേഴ്സ്, ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോ ഇടാൻ തോന്നുള്ളൂ. എന്താ പറയുക, ചില ദിവസം തോന്നും, ചില ദിവസം തോന്നില്ല എന്നുള്ള വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഇതുപോലെ തന്നെ മുന്നോട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്